കടലൊന്ന് ശാന്തമാകുമ്പോൾ പ്രതീക്ഷയുടെ തുഴയെറിഞ്ഞ് കടലിൽ ഇറങ്ങിയപ്പോഴെല്ലാം മത്സ്യലഭ്യത കുറഞ്ഞതിനാൽ വെറും കൈയോടെ തിരിച്ചുവരും. തൊഴിലാളികളെയും ബോട്ടുടമകളെയും വലച്ച് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളും ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ പ്രതികാര നടപടികളും അത് വേറെ. കടം വാങ്ങിയും ലോൺ എടുത്തും കടലിൽ ഇറങ്ങിയ പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ദുരിതം ഞങ്ങളുടെ പ്രതിനിധി മുബഷീർ പി അക്ബറിനോട് പങ്കുവച്ചു. കണ്ടുനോക്കൂ. ഞങ്ങളത് സ്വർണ്ണഖനിയിൽ പോയി സ്വർണം വാരിക്കൊണ്ടിരുന്ന സർക്കാരിൻ്റെ ധാരണ യന്ത്രവൽകൃത ബോട്ടും പരമ്പരാഗത ബോട്ടും എന്നാണ് രണ്ട് വിഭാഗമാക്കിയിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ട് വിഭാഗമല്ല, എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്നവരെല്ലാം മത്സ്യത്തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. എല്ലാവർക്കും ഒരുപോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടണം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജൂൺ 10 മുതൽ ഇന്നുവരെ മത്സ്യമേഖലയിൽ പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും ദിനങ്ങളാണ്. 10 മാസത്തെ സീസണിൽ ഈ വർഷമാകെ കടലിൽ ഇറങ്ങാനായത് വെറും 4-5 മാസം മാത്രം. ജീവിത ചെലവ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കടലിൽ പോയിട്ട് നമ്മൾ അധ്വാനിക്കാൻ പോവാണ്, അതിലെ കക്കാൻ പോകണമല്ല, കക്കാൻ പോണതിനേക്കാളും ഇടങ്കരയിലാണ് ഇപ്പോൾ അധ്വാനിക്കാൻ പോകാൻ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അവരെ എതിരാണ് നമുക്ക്, അവരെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു എതിർപ്പിലാണുള്ളത്. ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് സബ്സിഡിയും കാര്യങ്ങളൊന്നും കുറേ മുമ്പേ ഇല്ലാത്തൊരു ലെവലിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടലാക്രമണവും കാലാവസ്ഥാ മുന്നറിയിപ്പും മത്സ്യലഭ്യതക്കുറവും മൂലം തീരം നേരത്തെ തന്നെ പട്ടിണിയിലേക്ക് നീങ്ങിയിരുന്നു. അതിൽ നമ്മൾ ഈ കടം വീടാനൊരു രൂപം ഇതിന് കിട്ടണ്ടേ, കിട്ടിയെങ്കിലേ വീടാൻ പറ്റുള്ളൂ. അല്ലാതെ ബാങ്ക് ഇങ്ങനെ പലിശ കയറിക്കൊണ്ടിരിക്കും. ബാങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ബോട്ട് പോകണില്ല അങ്ങനെ പറയാൻ നടക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം അതിങ്ങനെ കയറി പോയിട്ട് ഇപ്പം 3 ലക്ഷം അടിച്ചത് അത് പോയി 5 ലക്ഷത്തിന് മേലക്കായിട്ട് ഇപ്പോഴും കിടക്കണം. നമ്മളല്ലോ ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാതായി. ഇനി വല്ല ആത്മഹത്യ അല്ലാത്ത വേറൊരു മാർഗ്ഗം ഞാൻ കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളും മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ക്യാമ്പ് ആക്ടിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ പേരിൽ ചില മറൈൻ പോലീസുകൾ അവർ സർക്കാർ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട കൂട്ടുകാരാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അവരെ എതിരാണ് നമുക്ക്, അവരെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു എതിർപ്പിലാണുള്ളത്. ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് സബ്സിഡിയും കാര്യങ്ങളൊന്നും കുറേ മുമ്പേ ഇല്ലാത്തൊരു ലെവലിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സൗജന്യ റേഷൻ മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നത്. ഇതുപോലും ഇപ്പോൾ സർക്കാർ കൃത്യമായി വിതരണം ചെയ്യുന്നില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് പന്നമാസക്കാലത്ത് സൗജന്യ റേഷൻ കൊടുക്കലുണ്ടായിരുന്നു സർക്കാരിൻ്റെ വക. 3 വർഷമായി സർക്കാരിൻ്റെ വക സൗജന്യ റേഷനില്ല. ഈ വർഷങ്ങളിൽ 4ാമത്തെ വർഷങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക്, പാവങ്ങളായ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മാസം സൗജന്യ റേഷൻ കൊടുക്കലിന് അതെങ്കിലും സർക്കാർ തരുമോ എന്ന് പിച്ച യാചിക്കുന്ന പോലെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ജീവിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇവർക്ക് ഇരട്ടി പ്രഹരമായി ട്രോളിംഗ് നിരോധനവും എത്തിയത്. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്ന സൗജന്യ റേഷനെങ്കിലും കൃത്യമായി ഇവരുടെ വീടുകളിലെത്തിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, പൊന്നാനി.